ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ വർക്ക് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ് ഉണ്ടായിരുന്നു, വണ്ടി മിസ്സിങ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു കംപ്ലൈൻറ്റ് ലീക്കേജ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെയൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ മാസ്റ്റർ കിറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ബ്രേക്ക് ജാം ആവുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളതിൻ്റെ ഫോർക്കിൻ്റെ ഓയിൽ സീൽ ഐറ്റംസ് നമ്മൾ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പൈപ്പിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, ഇത് ഈ മാർക്ക് ചെയ്തേക്കണ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ 1-2 ഡോട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സൈഡിൽ ഓരോ കുത്തു പോലെ വന്നതിനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നേക്കണ ഭാഗത്താണ് ശരിക്കും പറയാൻ ലീക്കേജ് കൂടുതൽ കാണിച്ചേക്കുക. ഈ സൈഡിലും 2 പൈപ്പുമേ ഉണ്ട്, പക്ഷെ ഒരു പൈപ്പ് ഈ പൈപ്പുമേയാണ് കൂടുതലായിട്ട് വന്നതാണ്. ഈ പൈപ്പുമേ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 ഫോർക്കിൻ്റെ പൈപ്പ് ആ സ്റ്റീൽ പൈപ്പ് മാറ്റി അതേപോലെ തന്നെ ഓയിൽ സീലും കാര്യങ്ങളും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയൊരു കുത്താണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ ഫോഴ്സ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വരാം. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ്, ചെറിയൊരു മുട്ടുസൂചിയുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലേക്കൂടെ ഫോഴ്സിൽ ഓയിൽ തള്ളി പുറത്തേക്ക് വരും. അതെന്ന് വെച്ചാൽ പല തവണയാവുമ്പോൾ അങ്ങനെ വന്ന് അതിൻ്റെ അകത്ത് പൊടിയും കൂടിയും പിടിച്ചിരുന്ന് വീണ്ടും ആ കംപ്ലൈൻറ്റ് കൂടുതലാവുള്ളൂ. ഒരെണ്ണം ആ നല്ല ലീക്ക് ഉണ്ടായ ഭാഗത്തെ ശരിക്കും അതിനകത്ത് സ്ക്രാച്ചസ് നമുക്ക് ശരിക്കും എടുത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റേതുമേ നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ മാർക്ക് ചെയ്തിരുന്ന ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയ ഡോട്ട് പോലെയൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിടണതാണ് ഏറ്റവും സേഫ് കേട്ടോ. 2 ഫോർക്ക് പൈപ്പും മാറ്റുക, ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുക. പിന്നെയുള്ളത് നമുക്ക് മാസ്റ്റർ കിറ്റ് ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാസ്റ്റർ യൂണിറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. മാസ്റ്റർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മൾ ഇതുമിട്ട് റിപ്പയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ഉള്ളിൽ വരുന്ന റിപ്പയർ കിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആയിട്ടാണ്. അത് നമ്മൾ അഴിച്ച് മാറ്റിയിട്ട് തലക്കാലത്തേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാം. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ 10-700 അടുത്ത് നമുക്ക് എല്ലാം കൂടിയിട്ട് ചിലവ് തന്നെ കേസാണ്. അതിന് ശേഷം കുറച്ച് ഓടിക്കുമ്പോൾ സാധാരണ ചെയ്തു പോയാലും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറഞ്ഞത്. മാറ്റിയിടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ മാറ്റിയ കംപ്ലൈൻറ്റ് ആദ്യമേ തീർന്നു. കാരണം പിന്നീടൊരു കംപ്ലൈൻറ്റ് വരാനില്ല. കാരണം നമ്മളതിൻ്റെ അടിയിലേക്ക് വരുന്ന ആ കാളിപ്പർ അസംബ്ലി അടക്കമാണ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുക. കാളിപ്പർ അസംബ്ലി അഴിച്ച് ഫുള്ളായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ പിസ്റ്റൺ സീല് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ശരിക്കും ഈ യൂണിറ്റ് ഒരു പുതിയത് എങ്ങനെയാണോ അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കും. പിന്നെ മുകളിൽ വന്ന യൂണിറ്റാണ് നമുക്ക് ഡാമേജ് കൂടുതൽ വരുത്തി വയ്ക്കുന്ന സാധനം. അത് നമ്മൾ മാറ്റി പുതിയതും ഇടുമ്പോൾ ആ പ്രോബ്ലം അവിടെ അങ്ങോട്ട് സോൾവ് ആയി പോയിക്കോളും. അപ്പോൾ അത് ആ രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനകത്ത് ഈ ഫോർക്ക് പൈപ്പിൻ്റെ കേസിലാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. കാരണം അത് നമുക്ക് അഡീഷണൽ വന്ന കേസ് ഏകദേശം ഒരു 2000 രൂപയോളം നമുക്ക് അതുമ്പോൾ ചിലവ് വരുന്നുണ്ട്. 1100 രൂപ താഴെയാണ് ഒരു പൈപ്പിൻ്റെ നമുക്ക് റേറ്റ് വരാം. അപ്പോൾ ആ 2 പൈപ്പ് മാറ്റുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇപ്പോൾ രണ്ടാമത് അഡീഷണലായിട്ട് ഒന്നുകൂടി ഞാൻ കറക്റ്റായിട്ട് ഏകദേശം എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. കാരണം ഞാൻ ചെയ്തോളാനാണ് പെർമിഷൻ തന്നേക്കണത്. പക്ഷെ എന്നാൽ പോലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യാണ്, നമുക്കൊരു അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. പിന്നെ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിസ്സിങ് ഓൾറെഡി കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് മിസ്സിങ്ങിൻ്റെ കേസ് സോൾവ് ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി കൺഫേം ചെയ്തു. മറ്റേത് തലേ ദിവസം നമ്മൾ ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് അന്യ ബുദ്ധിമുട്ട്, കുറേ നേരത്തേക്ക് നമ്മളെ ശരിക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മിസ്സിങ്ങാണ്. നമ്മളിപ്പോൾ ചോക്കിലൊക്കെ ഇട്ട് ഓടിച്ചാലാണ് പിന്നെ വണ്ടി മൂവ് ആവുള്ളൂ. ആ പ്രോബ്ലമൊക്കെ സോൾവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിപ്പോൾ ഇതും കൂടി സെറ്റ് ചെയ്യാം, വാട്ടർ സർവീസ് ചെയ്യുക. അതിൻ്റെ ചേസിൻ്റെ ഭാഗം 1-2 സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിനി ബാക്കിയുള്ള വർക്കുകൾ. അപ്പോൾ ഞാൻ ഈ ഫോർക്ക് പൈപ്പാണ് നമുക്കതിൻ്റെ ഒരു അഡീഷണൽ വന്നേക്കുന്ന ഒരു വർക്ക് കേട്ടോ നമ്മൾ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റിൽ. അപ്പോൾ അത് ഏകദേശം നമ്മളൊരു പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നേക്കാം എന്നുള്ളത്. 1150 കറക്റ്റ് റേറ്റ് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 1100 മുകളിൽ എന്തെങ്കിലും ഉണ്ട് വില. അത് ഞാൻ നോക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ റേറ്റ് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം. ബാക്കിയത്തെ ഇനി വാഷിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നാളത്തേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പെയിൻറ്റ് ടച്ചിങ് അടക്കം നാളെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റാക്കിയേക്കാം. അതിനകത്ത് ചെയിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയിൻ ഞാനൊരു കണ്ണി എടുത്തതിന് ശേഷം ചെയിൻ ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെയിനും കൂടി കൂട്ടത്തിക്കടെ ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ചെയിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ചെയിൻ മാറ്റാൻ വേണ്ടി അഴിക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരമാവധി ഒരു വർഷക്കാലം കൂടി അങ്ങോട്ട് ഓടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നോർമൽ വെച്ചേക്കാം. ചെയിൻ നമ്മൾ മാറ്റിയേക്കണതല്ല, ചെയിൻ കട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ചെറിയൊരു പോരായ്മ അതിൻ്റെ സൗണ്ട് പോലെ കാണിച്ചേക്കും. എഴുതിയിട്ട് പ്രോബ്ലം ഇല്ല.
നമുക്ക് പരമാവധി ഉപയോഗിക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു എമൗണ്ട് ഒരുപാട് വരികയും ചെയ്യും. തന്നെയല്ല ഒരു മഴക്കാലം കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ചെയിൻ അത്രയും കൂടി ലൈഫ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതിന് ശേഷമാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് നാളെ ഞാൻ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. നാളെ വൈകിട്ടത്തേക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ.